നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വർഷം കൂടെ കടന്നു പോവുകയാണ്. പോയിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അല്ല, ഒരു ഇൻട്രോ ആയതുകൊണ്ട് പറഞ്ഞ. ഈ തമ്പനിയിലൊക്കെ കണ്ടുവരുന്നവരോട് ഇങ്ങനെ ലാഗ് അടിപ്പിച്ച് വെറുപ്പിക്കണോ? എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. ഓ, എന്നൊന്ന് വേഗം പറ, എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതാ. അതെ ഗൈസ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചിലരുടെ ഹീറോയും ചിലരുടെ വില്ലനുമായ 2025. നമസ്കാരം 2025. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷം? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? അതൊക്കെ നാട്ടുകാരല്ലേ പറയേണ്ടത്. പറയൂ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ? എനിക്ക് തോന്നുന്നത് 2025 വേഗം തീർന്നെന്ന. ജനുവരി ഓർമ്മയുണ്ട്, ഡിസംബർ കഴിഞ്ഞ് അടുത്ത ജനുവരി ആറായി. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് അല്ല, അതിനെപ്പറ്റിയൊക്കെ ഞാൻ എന്നാ പറയാനാ? ഇയാൾ പോയ ക്ലോക്കും വാച്ചും കണ്ടുപിടിച്ചവനോട് ചോദിക്കും. അത് ശരി. ഇങ്ങനെ വർഷങ്ങൾ വേഗം പോകുന്നതിനെ പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് വീഡിയോ? ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്ക് തോന്നുന്നത് 2025 തുടങ്ങിയ ശേഷം സമയം പോകുന്നത് ഇങ്ങനെയാണെന്നാണ്. ഇതാണ് ആ വീഡിയോ. 2025 സമയം ഇങ്ങനെ ആയിരിക്കുമോ പോയിരിക്കുന്നത്? നിങ്ങൾ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്നതിന് ഞാൻ എന്നാ പറയാനാ? അടുത്ത ചോദ്യം. ഇനിയെങ്കിലും എന്തേലും ഒന്ന് താൻ ചോദിക്കാവോ? 2025 ഒരു മോശം വർഷമാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, പണ്ട് എൻ്റെ ഒരു പൂർവികൻ സോഷ്യൽ മീഡിയ കേട്ടിട്ട് എന്നോട് പറഞ്ഞൊരു വാചകമാണ്. എന്താണത്? ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവത്തില്ല. പിന്നെ ഈ വർഷം മോശമായിരുന്നു, പോരായിരുന്നു എന്നൊക്കെ പറയുന്നവന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊന്നും ശരിയാക്കുന്ന പണി എൻ്റെ അല്ല. നീയൊക്കെ പോയി എന്തെങ്കിലും കാണിച്ചിട്ട് അത് തയ്യാൻ നേരത്ത് അതിൻ്റെ ക്രെഡിറ്റ് അവസാനം എനിക്കൂടെ തരുന്നത് ഒരുമാതിരി മ്ലേച്ഛ സ്വഭാവമാണ്. പിന്നെ വേറൊരു ഉദാഹരണം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണത്? ലാലേട്ടൻ ഈ വർഷം അടിപൊളിയായിരുന്നല്ലേ എല്ലാവരും പറയുന്നത്? അതെ, 2025 ഒരു ലാലേട്ടൻ വർഷം തന്നെയായിരുന്നു. അതിന്റെ കാരണം എന്താ? അത് അദ്ദേഹം നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ആൻഡ് അത് വിജയിക്കുകയും ചെയ്തു. ആണേ, അല്ലാതെ ഞാനൊന്നും ചെയ്തുകൊണ്ടല്ലോ. ഏയ്, ഒരിക്കലും അല്ല. ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. ഓരോ വർഷവും നല്ലതാവുന്നതും മോശമാവുന്നതും ആ വർഷത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. ഓക്കെ, ഈ വർഷം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻസിഡൻസ് പറയാമോ? അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. മറ്റേ സമാധി, പിന്നെ അതിൽ കൂടെ വൈറലായ മറ്റേ ചുള്ളൻ കളക്ടർ, പിന്നെ കേരള സാർ, 100% ലിറ്ററസി സാർ, പിന്നെ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ മറ്റേ ഡാൻസ് കളിച്ച് വൈറലായത്, അത് ഹസ്കി. അത് തന്നെ. പിന്നെ നമ്മുടെ ഇന്ത്യൻ വുമൻസ് ടീം വേൾഡ് കപ്പ് അടിച്ചത്. പിന്നെ എൻ്റെ ഫേവറേറ്റ്, ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. പിന്നെ ഇതുപോലെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ അവരുടെ ഫേവറേറ്റ് ഏതാണെന്ന്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പറയൂ. കൊറോണ വന്നിട്ട് 6 വർഷമായി. 6 വർഷമോ? അതുപോലെ ബാഹുബലി ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് 10 വർഷമായി. അയ്യോ, 10 വർഷമോ? അല്ല, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ ഒരു രസമല്ലേ? ഓക്കെ. ഈ പോകുന്ന വേളയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എല്ലാവരോടും എപ്പോഴും പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ഈ വർഷം മോശമായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒരുമാതിരി എഴുതാൻ അറിയാത്തവൻ പേനെ കുറ്റപ്പെടുത്തുന്ന പോലാണ്. പിന്നെ അടുത്ത വർഷവും 2026 ഇതേപോലെ വന്നിരുന്ന് പറയാൻ ഇടവരുത്തരുത്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, അത് നേടിയെടുക്കൂ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി 2026. ഒരു കാര്യം മറന്നുപോയി, പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ആരും എന്നെ മിസ് ചെയ്യരുതേ. ഓക്കെ, ബൈ.